ഇതിപ്പോൾ എന്തിനാ ഈ ടയർ പഴിക്കേണ്ട ആവശ്യം ഇപ്പം എന്താ? ടയറോ? ടയർ അഴിച്ചിട്ട് വേണം അതിൻ്റെ ബ്രേക്ക് ക്ലീൻ ചെയ്യാൻ. ഒരു ദിവസം ലീവ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് വേറെ പണിയൊന്നും ചെയ്യാതെ അടങ്ങിയിരുന്നൂടാ? അടങ്ങിയിരിക്കുകയാണെങ്കിൽ ഇതൊക്കെ പുറത്ത് കൊടുത്ത് ചെയ്യണം. അപ്പോൾ ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്കൊരു സന്തോഷം, അതുകൊണ്ട് ചെയ്യുന്നതാ. അപ്പോൾ ഇതെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആദ്യം ഞാൻ വീൽ നട്ട് ലൂസ് ചെയ്തു ശകലം, എന്നിട്ട് ജാക്കി വെച്ച് വണ്ടി പൊക്കിയതിന് ശേഷം ബാക്കി അഴിച്ച് വീല് ഊരിയെടുത്തു. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ അകത്ത് മൊത്തം പൊടിയാണ്. ഇത് ബ്രേക്ക് ഷൂ തേയുന്നതിനനുസരിച്ച് ഇതിൻ്റെ അകത്തെല്ലാം പൊടിയുണ്ടാവും. അപ്പോൾ നമ്മളിത് ഇടയ്ക്ക് ക്ലീൻ ചെയ്ത് കൊടുക്കണം. ഉണ്ടാവും എത്രയും പൊടിയാണ്. നമ്മളിത് വണ്ടി സർവീസിന് കൊടുക്കുമ്പോൾ ഇവരിതൊക്കെ ചെയ്യും? സർവീസിന് കൊടുക്കുമ്പോൾ ഇവരിതൊക്കെ ചെയ്യും. നമ്മളെ വണ്ടി സർവീസിന് കൊടുക്കാറില്ലല്ലോ. അതാണ്, നമ്മളിവിടെ കൊടുക്കാറില്ല, സ്വന്തം തന്നെ ഇവിടെ വീട്ടിൽ തന്നെയാണ് സർവീസിങ് ഒക്കെ. ഇത് ഈ ബ്രഷ് വെച്ചിട്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ പ്രഷർ വാഷർ വെച്ചിട്ടൊന്ന് ക്ലീൻ ചെയ്യാൻ പറ്റൂലേ? പ്രഷർ വാഷർ വെച്ചിട്ട് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് പ്രഷർ വാഷർ വെച്ച് ചെയ്യാം. ആഹാ, ഇത്ര അടിപൊളിയായിട്ട് ഇത് പോവെങ്കിൽ പിന്നെ ആദ്യം തന്നെ ഈ പ്രഷർ വാഷർ വെച്ച് ചെയ്താൽ പോരായിരുന്നു. വെറുതെ എന്തിനാ ബ്രഷ് കൊണ്ട് സമയം കളഞ്ഞത്? പ്രഷർ വാഷർ വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മൾ നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷമേ അസംബിൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് സമയമെടുക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ വെള്ളം ആക്കാഞ്ഞത്. പിന്നെ അത് ബ്രഷ് കൊണ്ട് പോകാഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് പ്രഷർ വാഷർ തന്നെ എടുക്കാം, അതാണ് നല്ലത്. അപ്പോൾ സർവീസ് സെൻറ്ററിൽ ഇതേപോലെ പ്രഷർ വാഷർ വെച്ചാണോ അടിച്ച് കഴുകാറാണോ? സർവീസ് സെൻറ്ററിൽ പ്രഷർ വാഷർ വെച്ചൊന്നും അടിച്ച് കഴുകുന്നില്ല. അവർ ചെയ്യുന്നത് കംപ്രസ്ഡ് എയർ വെച്ചിട്ട് ക്ലീൻ ചെയ്യുമായിരിക്കും. അപ്പോൾ ഇത് എത്ര വർഷം അല്ലെങ്കിൽ എന്തെങ്കിലും കിലോമീറ്റർ കണക്കാണോ? എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്യുന്നത്? എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവും ഇത് ക്ലീൻ ചെയ്യണമെന്ന്? അത് നമ്മൾ പീരിയോഡിക് സർവീസിൽ എല്ലാ 10,000 കിലോമീറ്ററിലാണ് ഇത് സർവീസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു വർഷമല്ലേ 10,000 കിലോമീറ്റർ. അതാണ് അതിൻ്റെ കണക്ക്. അപ്പം നമ്മളിതിപ്പോൾ ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ലല്ലോ നിങ്ങൾ? ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്, പ്രഷർ വാഷർ വെച്ച് ചെയ്തിട്ടില്ലെന്നേ ഉള്ളൂ. നേരത്തെ അല്ലാതെ ബ്രഷ് വെച്ച് ക്ലീൻ ചെയ്യാറുണ്ട്. അല്ല, ഇതിപ്പോൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് സ്ക്രൂ ഒന്നും ഇടാനില്ല? സ്ക്രൂ ഒന്നുമില്ല. ഇത് അതിൻ്റെ പുറത്തല്ല നമ്മൾ വീല് വെച്ചിട്ട് വീല് ഇതുപോലെ വെച്ചിട്ട് വീൽ നട്ട് ഉപയോഗിച്ചല്ലേ ടൈറ്റ് ചെയ്യുന്നത്. ഓ, അത് ശരി. ഡ്രം അവിടെ ഫ്രീ ആയിട്ടിരിക്കുക. ഫ്രീ ആയിട്ടല്ല, വീൽ നട്ട് ടൈറ്റ് ആകുമ്പോൾ ഡ്രമ്മും കൂടെ ടൈറ്റ് ആവും. അപ്പോൾ ഇത് ടയർ എടുത്ത് വെച്ചതിന് ശേഷം അത് വീൽ നട്ട് വെച്ച് ഇനി നമ്മൾ അത് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. അപ്പോൾ അതാ ഇങ്ങനെയാണ് കാറിൻ്റെ ബ്രേക്ക് ഷൂ ക്ലീൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു സൈഡ് ക്ലീൻ ചെയ്തതാണ്, മറ്റേ സൈഡ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഒരു ഇതിൻ്റെ മാത്രമേ വീഡിയോ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങളുടെ വണ്ടി എത്തിയോസ് ലിവിയാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് കമൻറ്റ്.